പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ഗ്രാൻഡായിട്ട് ഒരു പക്ഷേ ആരും കൊതിച്ചു പോകുന്ന രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതൊരു എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ആണെങ്കിൽ പോലും അതിൻ്റെ ചായ സൽക്കാരം ഒന്നിക്കലും അതിൻ്റെ ആദ്യത്തിൽ അല്ലെങ്കിൽ ഒന്നിക്കൽ അവസാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടവേളയിൽ നടത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്നാണ്. കാരണം വളരെ ദൂരെ നിന്ന് വരുന്ന സെലിബ്രിറ്റികളായിട്ടുള്ള ഗസ്റ്റുകളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സദസ്സ് ശൂന്യമായി പോകുന്നത് നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് പരിപാടിയെ വളരെ പ്രതികൂലമായിട്ട് അല്ലെങ്കിൽ ഒരു മോശമായിട്ട് ബാധിക്കുന്ന ഒന്നായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചായ ലൈവാണ്, ചായ ഒരുപാട് സമയം നീണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് ഈ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ കുറ്റപ്പെടുത്തിയിട്ടൊന്നും സംസാരിച്ചതല്ല, കാരണം അത്രത്തോളം ഗ്രാൻഡായിട്ടുള്ളൊരു ചടങ്ങിൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഒരു ചായയിലേക്ക് മാറിപ്പോകുന്നത് എന്തുകൊണ്ടും സങ്കടപ്പെടുത്തുന്ന അനുഭവമാണ്. എന്തായാലും നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ആലൂരിൻ്റെ ഡോക്യുമെൻ്ററി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീമിയർ ലീഗിനെ കുറിച്ചിട്ട് അതിൻ്റെ വേദിയിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്യുമെൻ്ററി വേണമെന്ന് പറഞ്ഞിട്ട് ഷിയാബ് വിളിക്കുകയാണ്. ഒരു പാക്കറ്റ് ബ്രെഡ് വേണം, ഒരു സോഫ്റ്റ് ഡ്രിങ്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കടയിൽ പോയിട്ട് പറയുന്നത് പോലെയാണ് ഷിയാബ് വന്നിട്ട് പറയുന്നത് ഒരു ഡോക്യുമെൻ്ററി വേണമെന്ന്. സത്യം പറഞ്ഞാൽ ഒരു ഡോക്യുമെൻ്ററി എന്നുള്ളത് അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കണം. സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് അതിനു വേണ്ട വിഷ്വൽ ഏതെന്ന് നമ്മൾ നോക്കണം. ഒരു അങ്ങാടിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പല ആംഗിൾ നമ്മൾ എടുക്കണം. എന്നിട്ട് പോയിട്ട് അതിൻ്റെ വോയിസ് ഡബ് ചെയ്യണം, പിന്നീട് വീഡിയോ എഡിറ്റ് ചെയ്യണം, അതിനെ പലവട്ടം നമ്മൾ ചെക്ക് ചെയ്യണം, എന്നിട്ട് മാത്രമേ അതിൻ്റെ ഔട്ട് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഷിയാബ് വിളിച്ചു പറയാണ് ഒരു ഡോക്യുമെൻ്ററി വേണമെന്ന്. പഴയ ഒരു കോമഡി വീഡിയോ പോലെ. ഞാൻ ഷിയാബിനെ കുറ്റപ്പെടുത്തുന്നതല്ല, എല്ലാവർക്കും ലൈസൻസ് കൊടുക്കുന്നുണ്ട്, എനിക്കൊന്ന് വേണമെന്ന് പറയുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പിൽ നമ്മൾ കണ്ട ഒരു അനുഭവമാണ്. പക്ഷെ ഷിയാബ് പറയുമ്പോൾ, ഈ നാട് പറയുമ്പോൾ, ഈ മണ്ണ് പറയുമ്പോൾ, ഈ കൾച്ചർ പറയുമ്പോൾ നോ പറയാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ കഴിഞ്ഞ 3 ദിവസം ഞാൻ അതിനുവേണ്ടി ഉപയോഗിച്ചു. പക്ഷേ ഈ 3 ദിവസത്തിലൊക്കെയുള്ള ഒരു ഡോക്യുമെൻ്ററി എന്തായിരിക്കുമെന്നും 4 മൊബൈൽ ക്ലിപ്പ് തന്നാൽ അതെങ്ങനെ ചെയ്യുമെന്നുമുള്ളത് എന്നെ പോലെ നിങ്ങൾക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പൂർണ്ണമായിട്ട് വിജയമെന്നൊന്നും ആധികാരികമായിട്ടുള്ളൊരു സംഭവമാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും ചുരുങ്ങിയ രീതിയിൽ ആലൂരിൻ്റെ മഹനീയമായിട്ടുള്ള കൾച്ചറിനെ കുറിച്ചിട്ട്, അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചിട്ട്, അതിൻ്റെ കളിയെക്കുറിച്ചിട്ട്, കലയെക്കുറിച്ചിട്ട്, അതിനു വേണ്ടിയിട്ട് ജീവിതം തന്നെ സമർപ്പിച്ച മനുഷ്യരെ കുറിച്ചിട്ട്, ഇപ്പോഴും മാഞ്ഞു പോവാത്ത ആവേശത്തെക്കുറിച്ചിട്ട്, പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് കൈമാറുന്ന നിങ്ങളുടെ വികാരത്തെക്കുറിച്ചിട്ട് ഒരു പരിധിവരെയെങ്കിലും പങ്കുവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആലൂരിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ചരിത്രമൊന്നുമല്ല, ഒരുപക്ഷെ 100-1 അംശം മാത്രമാണ്. എങ്കിലും നിങ്ങൾ എന്നെ ഏൽപ്പിച്ചതിൽ സന്തോഷമുണ്ട്. മറ്റൊന്ന്, നേരത്തെ ഞങ്ങൾ ഹംസം ചെയ്യും ഞാനോക്കി പുറത്തിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഹംസച്ചാ ചോദിക്കുന്നു ഇതിൻ്റെ ലേലം നിയന്ത്രിക്കുന്നത് ആരാണെന്ന്. ഞാൻ പറഞ്ഞു അത് ആ കോട്ടിട്ട് നിൽക്കുന്ന ആ മനുഷ്യനാണെന്ന്. പറയുന്ന ഇംഗ്ലീഷ് കേട്ടിട്ടാണ് ഹംസച്ച ഇങ്ങനെ പകച്ചു നോക്കുന്നത്. ഒരുപക്ഷെ മുളിയാറിലെ ഏറ്റവും വലിയ സകലകല ആരെന്ന് ചോദിച്ചാൽ അത് ആയിരിക്കും. ഒരു റോഡിൽ ഒരു മരം വീഴുമ്പോൾ അവിടെ ഉണ്ടാവും. ഒരു റോഡിലേക്ക് ഒരു മരം ഇങ്ങനെ ആഞ്ഞു വരുമ്പോൾ അവിടെ വെട്ടിമാറ്റാൻ ഉണ്ടാവും. ഒരു മനുഷ്യൻ വീണ് പോകുമ്പോൾ താങ്ങിയെടുക്കാൻ ഉണ്ടാവും. ഒരു കല്യാണ വീട്ടിൽ സപ്ലയറായിട്ട് ഉണ്ടാവും. കളിയുടെ സ്ഥലത്ത് അമ്പയറായിട്ട് ഉണ്ടാവും. ഒടുവിൽ മനോഹരമായിട്ട് കളി നിയന്ത്രിക്കുന്ന, അതിൻ്റെ ആങ്കറായിട്ട് ഓപ്ഷൻ ഡീൽ ചെയ്യുന്ന മനുഷ്യനായിട്ട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥാനത്തും കോട്ടിട്ടിട്ട് ഉണ്ട്. സംഭവം എന്താണെന്നറിയോ? ഒരുപാട് കഴിവുള്ള മനുഷ്യനാണ്, ഒരുപാട് ഉയരത്തിലെത്തേണ്ട ആളാണ്. കൈപിടിക്കാനും വഴി പറഞ്ഞു കൊടുക്കാനും ആ ഒരു കാലവും ആ ഒരു സാഹചര്യവും അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഈ ഒരു ഗ്രാമത്തിനപ്പുറമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ IPLൻ്റെയൊക്കെ ലേലം നിയന്ത്രിക്കുന്ന മനുഷ്യനായിട്ട് മാറേണ്ട ആളായിരുന്നു. പക്ഷെ എങ്കിലും സമർപ്പിതമായിട്ടുള്ള ആ ജീവിതത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നു. ആലൂരിൻ്റെ ഈ ഒരു കളി ഫാറൂഖൊക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ അബുദാബിയിലൊക്കെ പോയാൽ ഫാറൂഖ് ഇങ്ങനെയുള്ള ഒരുപാട് വേദിയൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പ്രീമിയർ ലീഗിൻ്റെ ഒരു മുഖം തന്നെ മാറ്റി എഴുതിയിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനത്തെ അഭിനന്ദിച്ചുകൊണ്ട്, പ്രസംഗം നീണ്ടുപോയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഇബ്രാഹിമിനെ ആദരിക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പിയിൽ കോഴ്സ് പൂർത്തിയാക്കി എന്നാണ് പറഞ്ഞത്.
തിരക്ക് പിടിച്ച ജീവിതത്തിൽ കരാറുകാരനായിട്ട് നിൽക്കുമ്പോഴും ഇങ്ങനെ കോഴ്സ് എടുക്കാനൊക്കെ കഴിയുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു മാതൃകയാണ്. എല്ലാ തിരക്കിനിടയിലും നമുക്ക് പഠിക്കാനൊക്കെ കഴിയുന്നു എന്നുള്ളത് എന്തായാലും അഭിവാദ്യം അർപ്പിക്കുകയാണ്. ആലൂരിൻ്റെ ഈ മഹനീയമായിട്ടുള്ള മണ്ണിൽ ഈ ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.